തളിപ്പറമ്പ് സീറ്റ് പി കെ ശ്യാമളയ്ക്ക് നൽകിയതിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ പ്രതിരോധം തീർത്ത് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിവാഹത്തിന് മുൻപ് ശ്യാമള പാർട്ടി പദവികളിൽ സജീവമാണെന്നും തന്റെ ഭാര്യ എന്നത് ഇപ്പോൾ പൊട്ടിമുളച്ചത് എങ്ങനെയെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ MV ഗോവിന്ദൻ ചോദിച്ചു. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ സോഷ്യൽ മീഡിയ പ്രചാരണവും വിമർശനവും ഒക്കെ ഉണ്ടായിരുന്നുവല്ലോ, പക്ഷേ ഏതെങ്കിലും പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് അത്തരമൊരു വിമർശനം ഉയർന്നു കേട്ടതുമില്ല. ഏത് സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം സംസ്ഥാന കമ്മിറ്റിയിൽ സെക്രട്ടറി നൽകിയത്? ശ്രീജിത്ത്, ഉന്മേഷ്, ഇന്ന് നടന്ന CPIM സംസ്ഥാന സമിതിയിൽ തളിപ്പറമ്പ് സ്ഥാനാർത്ഥിയുടെ അടക്കം പട്ടിക വായിച്ച ശേഷം നടന്ന ചർച്ചയിലാണ് ഈ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി പി കെ ശ്യാമളയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ സൈബറിടങ്ങളിൽ നടക്കുന്നുണ്ടെന്ന കാര്യം സംസ്ഥാന സമിതി അംഗങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചത്. സൈബറിടത്തിൽ പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിരെ വലിയ വിമർശനമുണ്ട് എന്ന കാര്യം നേതാക്കൾ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിനുള്ള മറുപടി, ആകെയുള്ള ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴാണ് സ്വന്തം ഭാര്യയ്ക്ക് സീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദത്തെ ന്യായീകരിച്ചുകൊണ്ട് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വന്നത്. തൻ്റെ ഭാര്യ എന്ന ഭാര്യാപദം എന്നത് ഇപ്പോഴെങ്ങനെയാണ് പൊട്ടിമുളച്ചത്? പി കെ ശ്യാമള വിവാഹത്തിന് മുമ്പ് തന്നെ പാർട്ടിയുടെ സജീവ പ്രവർത്തകയാണ് എന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതിരോധം. മാത്രമല്ല, ഇത്തരം ഒരു വിവാദം ഉണ്ടാക്കുന്നത് അനാവശ്യമാണ്, ഈ വിമർശനങ്ങളെ കണക്കിലെടുക്കേണ്ടതില്ല, ഈ വിമർശനങ്ങൾ നിരാകരിച്ചുകൊണ്ട് പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോകുമെന്നാണ് MV ഗോവിന്ദൻ ഈ യോഗത്തിൽ, ഈ സംസ്ഥാന സമിതിയിലെ ചർച്ചയ്ക്ക് മറുപടിയായി പറഞ്ഞത്. ഇതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇന്നത്തെ സംസ്ഥാന സമിതിയുടെ പരിഗണനയ്ക്ക് വന്നു. ഒന്ന്, ജി സുധാകരൻ്റെ ഇപ്പോഴത്തെ ഇടഞ്ഞു നിൽക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ജി സുധാകരനെ അന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാകണം എന്ന ആവശ്യമാണ് സംസ്ഥാന സമിതിയിൽ ഉയർന്നത്. അല്ലെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മേഖലയിലെങ്കിലും തിരിച്ചടിയാകുമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത്. ഈ ജി സുധാകരനെ അനുനയിപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. മുതിർന്ന നേതാക്കൾ അദ്ദേഹവുമായി സംസാരിക്കുമെന്ന കാര്യം നേതൃത്വം ഉറപ്പു നൽകി. ഇപ്പോൾ തന്നെ CPIM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള ആളുകൾ സുധാകരനെ അനുനയിപ്പിക്കാൻ രംഗത്തുണ്ട്. നാളെ മറ്റന്നാളോ മുഖ്യമന്ത്രി ആലപ്പുഴയിൽ പരിപാടികൾക്ക് എത്തുന്നുണ്ട്. അവിടെ വെച്ച് മുഖ്യമന്ത്രി തന്നെ ഒരുപക്ഷെ നേരിട്ട് ഇടപെട്ടേക്കുമെന്ന സൂചനയും ഇപ്പോൾ പാർട്ടി കേന്ദ്രങ്ങൾ നൽകുന്നുണ്ട്. ഘടകകക്ഷികളുടെ സീറ്റുകളൊന്നും ഏറ്റെടുക്കേണ്ടതില്ല എന്ന കാര്യം നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത് സംസ്ഥാന സമിതിയിൽ നേതൃത്വം ആവർത്തിച്ചു. തിരുവനന്തപുരം സെൻട്രൽ അടക്കമുള്ള സീറ്റുകൾ ഏറ്റെടുക്കില്ല. കാരണം ജനതാദൾ കേരള കോൺഗ്രസിൻ്റെ ആന്നി രാജുവിനാണ് ഈ ഒരു മത്സരിക്കാൻ അയോഗ്യത വന്നെങ്കിൽ പോലും ആ പാർട്ടിക്ക് നൽകിയ സീറ്റ് അതേപടി നൽകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ CPIM എടുത്തിരിക്കുന്നത്. ശ്രീജിത്ത്, ഒപ്പം ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഈ പറഞ്ഞു കേട്ട പേരുകളിൽ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ടോ? എപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താം എന്നാണ് CPIMന്റെ തീരുമാനം? ശ്രീജിത്ത്, ഉന്മേഷ്, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പേരുകളിലൊന്നും മാറ്റമില്ല. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം തളിപ്പറമ്പിൽ പി കെ ശ്യാമള, പേരാവൂരിൽ KK ശൈലജ, മട്ടന്നൂരിൽ VK സനോജ്, പയ്യന്നൂരിൽ TI മസൂദനൻ, തൃക്കരിപ്പൂരിൽ VPP മുസ്തഫ, ഉദുമയിൽ CH കുഞ്ഞമ്പു എന്നിവരാണ് ഒരു വടക്കൻ മേഖലയിൽ സ്ഥാനാർത്ഥികൾ. മാനന്തവാടിയിൽ OR കേളു മന്ത്രി വീണ്ടും മത്സരിക്കും. ബത്തേരിയിൽ സംവരണ സീറ്റാണ്, അവിടെ വിശ്വനാഥൻ എന്ന നേതാവിനെയാണ് പരിഗണിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ TP രാമകൃഷ്ണനും PA മുഹമ്മദ് റിയാസും അടക്കമുള്ള സിറ്റിംഗ് MLA വീണ്ടും മത്സരിക്കും. കോഴിക്കോട് കൊയിലാണ്ടിയിൽ പഴയ MLA K ദാസിനെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള തീരുമാനമുണ്ട്. കൊയിലാണ്ടിയിൽ വീണ്ടും K ദാസിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനമുണ്ട്. കൊടുവള്ളിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരിഗണിക്കാനാണ് CPIM ഉദ്ദേശിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ, മങ്കട, നിലമ്പൂർ സീറ്റുകൾ സ്വതന്ത്രരെ മത്സരിപ്പിക്കാനാണ് സംസ്ഥാന സമിതിയിലെ ധാരണ. പൊന്നാനിയിൽ MK സക്കീറും തവനൂരിൽ KT ജലീലും മത്സരിക്കും. പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ K പ്രേമനായിരിക്കും സ്ഥാനാർത്ഥി. ആലത്തൂരിൽ ജില്ലാ സെക്രട്ടറി അംഗം TM ശശിയെ മത്സരിപ്പിക്കും. ഡോക്ടർ P സരിന് സീറ്റില്ല. അദ്ദേഹത്തിന് മത്സരിച്ച പാലക്കാട് സീറ്റിൽ ഇത്തവണ സ്വതന്ത്രനെ പരീക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് UDF സ്ഥാനാർത്ഥി ആരാണെന്ന് അറിഞ്ഞ ശേഷമായിരിക്കും അന്തിമ തീരുമാനം വരിക. ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് CPIMന്റെ സ്ഥാനാർത്ഥി പട്ടിക 13-ന് ശേഷം 13ഓടുകൂടി പ്രഖ്യാപിച്ചാൽ മതിയെന്നാണ് ധാരണ. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അത് രാഷ്ട്രീയ എതിരാളികൾക്ക് ഗുണം ചെയ്യുന്നതാകും എന്ന് കരുതിയാണ് പ്രഖ്യാപനം വൈകിപ്പിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.